ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഐശ്വര്യക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും വീഡിയോ ഒന്നും കാണിക്കാൻ തുടങ്ങിയിട്ടില്ല. എൻ്റെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പോലെ എത്രയും പെട്ടെന്ന് അവൾ ഉഷാറായിട്ട് വീഡിയോയിലൊക്കെ കാണിക്കാൻ കഴിയട്ടെ. വർക്കില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കണ്ണൊക്കെ അല്ലാതെ ഒരു പുളിക്കുന്ന പോലെ, കണ്ണ് ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നണില്ലേ? അതെന്താണെന്ന് വെച്ചാൽ കുറേ കാലമായില്ലേ ശരിക്കൊന്നും ഉറങ്ങിയിട്ട്. അതിൻ്റെയാണ്. അല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ ഉഷാറായി പോകുന്നുണ്ട്. നമുക്ക് കുറേ സാഹചര്യങ്ങൾ കൊണ്ട് ലോങ് വീഡിയോ ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇടാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ വീഡിയോസ് പ്രോപ്പറായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നമ്മളിതിലേക്ക് വന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതല്ല ഇപ്പം എൻ്റെ വിഷയം. ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വീഡിയോയ്ക്ക് താഴെ ഇന്നേ വരെ യൂട്യൂബ് കമൻറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നമ്മൾ ഐശുവിനെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കമൻറ്റ്സ് കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവാറുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായതായാലും, കുഞ്ഞുങ്ങളിലുണ്ടായ മാറ്റങ്ങളായാലും, അതൊന്നും ഇല്ലെങ്കിലും ഐശുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കൊരുപാട് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായ വർഷമാണ് ഞാൻ പറയാറുണ്ട് 2023. കാരണം നിങ്ങൾ തരുന്ന സഹായവും സപ്പോർട്ടും സ്നേഹവും ഇതൊക്കെ ഒരുപാട് എന്നിൽ എൻ്റെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഐശ്വര്യം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം നല്ല മനസമാധാനം നൽകുന്ന അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന കുറേ കമൻസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തോ ഒരു അപരാധം ചെയ്യുന്ന പോലെയുള്ള കമൻസ് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മതപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതൊന്നും കേൾക്കണ്ട കാണണ്ട എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാണ്. അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. ഇസ്ലാമിക നിയമങ്ങളും ചിട്ടകളൊക്കെ അനുസരിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം എല്ലാവരും പറയും ഈ ഇസ്ലാമിക ചിട്ടകളൊന്നും അനുസരിച്ച് ജീവിക്കുന്നവർ ഈ യൂട്യൂബിൽ വന്നിട്ട് അതും ഇതും പറയൂല. അതും ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഐശുവിൻ്റെ വിവരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ വരുന്ന ഒരു കാര്യമാണ് ഈ എല്ലാ മതസ്ഥരും ഒരുപോലെ പറയുന്നത് വയ്യാത്ത കുഞ്ഞിനെ വെച്ചിട്ട് കാശുണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ലൈക്ക് വാങ്ങിക്കുകയാണ്, റീച്ച് കൂട്ടുകയാണ് എന്നുള്ളതൊക്കെ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഐശ്വര്യനെ സ്നേഹിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് അതാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം മതപരമായ കാര്യങ്ങളാണ്. അവിടേക്ക് വരുമ്പോൾ ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹ് പരീക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഐശുവിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാ എനിക്കത് യാതൊരു പരിഭവവും പരാതിയില്ല. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നതിലപ്പുറം അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്. ഞാനിങ്ങനെ മറ്റുള്ളവരിങ്ങനെ പറയും അള്ളാഹിനെ പേടിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം, എന്തിനാ അള്ളാഹിനെ പേടിക്കണം എന്ന് പറയുന്നത്? അള്ളാഹിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞൂടെ? അള്ളാഹിനെ സ്നേഹിച്ച് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതും അള്ളാഹിനെ പേടിച്ച് ഇബാദത്ത് ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മളെ വീട്ടിൽ ഉപ്പാനെ സ്നേഹിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതും ഉപ്പാനെ പേടിച്ച് ഒരു കാര്യം ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. പേടിക്കണം. എങ്ങനെ പേടിക്കണം? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ മറ്റൊരാൾക്കൊരു ഉപദ്രവം ചെയ്യുമ്പോൾ ഇത് പടച്ചോൻ കാണുന്നുണ്ട്. അതിന് അള്ളാഹ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹ് തിരിച്ചെടുക്കുമോ, അല്ലെങ്കിൽ എൻ്റെ പരലോകം എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ പേടിക്കണം. അത് സ്നേഹത്തോടെയുള്ള പേടിയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അള്ളാഹിനെ ആളായിട്ടല്ല ഞാൻ കണക്കാക്കണം. ഇനിയിപ്പോൾ അത് ആളുകൾ പറയണ്ട. അള്ളാഹ് എൻ്റെ റബ്ബാണ്, അതെനിക്ക് നന്നായിട്ടറിയാം, പൂർണ്ണ ബോധ്യമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് അവരെ ഏത് രീതിയിലാണ് എടുക്കുക എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവില്ലേ? അങ്ങനെ ഇഷ്ടത്തോടു കൂടെയുള്ളൊരു പേടിയാണ് എനിക്കുള്ളത് കേട്ടോ. എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ 7ാം ക്ലാസ് വരെ മാത്രമേ മദ്രസയിൽ പോയിട്ടുള്ളൂ. എനിക്ക് മതപരമായിട്ടുള്ള പാണ്ഡിത്യമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതിൽ എത്രത്തോളം തെറ്റുണ്ട് ശരിയുണ്ട് എന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് എൻ്റെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് തന്നെയാണ് മാക്സിമം ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹറാമായ കാര്യങ്ങളിലേക്ക് പോകാതെ എൻ്റെ ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത് ആ രീതിയിലാണ് ജീവിക്കുന്നത്. പിന്നെ യൂട്യൂബിലേക്ക് വരുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ
പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്നത് അത്ര വലിയ ശരിയായ കാര്യമൊന്നുമല്ല, ആണെന്ന് ഞാൻ പറയുന്നില്ല. യൂട്യൂബിലേക്ക് വരുന്നത് ഹറാമല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഹറാമല്ല. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ഇവിടെ വിഷയമുള്ളത്. ഈ യൂട്യൂബ് ഹറാമാണ് എന്നുള്ളത് ഒരു മതപണ്ഡിതനും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിൽ നിന്ന് വരുന്ന ഏണിങ്സും അതിൽ നടത്തുന്ന പേക്കൂത്തുകളും അതൊക്കെയാണ് ഹറാമായിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹ് ഒരു കാര്യം ഹറാമുള്ളത് ഹലാലാക്കൂല, ഹലാലുള്ളത് ഹറാമും ആക്കാൻ പോണില്ല. അത് അള്ളാഹ് എന്താണോ പറഞ്ഞിട്ടുള്ളത് ഹറാമ് ഹറാമ് തന്നെയാണ്, ഹലാല് ഹലാല് തന്നെയാണ്. അതെനിക്ക് വേണ്ടിയിട്ട് മാറ്റൊന്നുമില്ല, അതെനിക്ക് അറിയാം. അതാണ് ഞാൻ പറഞ്ഞത് ഹറാമാണ്, യൂട്യൂബ് ഹറാമാണ് എന്നുള്ളത് ഒരു മതപണ്ഡിതനും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഇതിലേക്ക് സ്ത്രീകൾ വരുന്ന കാര്യമാണ് പറയുന്നത്. സ്ത്രീകൾ യൂട്യൂബിലേക്ക് എന്നല്ല, പുറത്തിറങ്ങുക, ഒരു മുസ്ലിം സ്ത്രീ പുറത്തിറങ്ങുന്നത് മഹ്റമായ പുരുഷന്മാരുടെ കൂടെ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ, യാത്ര ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ഐശുട്ടിക്ക് അസുഖമാണ്, അത് നമ്മളെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥിതിക്ക് എനിക്ക് എപ്പോഴും യാത്ര ചെയ്യേണ്ടി വരും. ഐശുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. എൻ്റെ കൂടെ വരാൻ എൻ്റെ ഭർത്താവില്ല, എനിക്ക് ആങ്ങളാരില്ല, എനിക്ക് ഉപ്പയില്ല. ഞാൻ ആരുടെ കൂടെ പോകണം? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ പഠിച്ച ഈ മതപഠനം ഒരുപാട് പഠിച്ച ആളുകളാണല്ലോ എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ വരുന്നത്. നിങ്ങൾ തന്നെ പറ, ഞാൻ ആരുടെ കൂടെ പോകണം? ഒറ്റക്ക് പോകാൻ പാടില്ല. അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ തരണം എനിക്ക്. പിന്നെ യൂട്യൂബിലേക്ക് വന്ന കാര്യം, ഞാൻ യൂട്യൂബിലേക്ക് വന്നത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. അത് ഉസ്താദ്മാർക്ക് അല്ലെങ്കിൽ മതപഠനം കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ യൂട്യൂബ്. അല്ലാതെ സാധാരണ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പാടില്ല. അതൊക്കെ ശരിയായിരിക്കാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരു ജോലി എന്ന നിലയിൽ ഞാനിത് യൂട്യൂബിലേക്ക് വന്നു. യൂട്യൂബിൽ നിന്നുള്ള ഇൻകം ഹറാമാണെന്ന് പല മതപണ്ഡിതരും പറയുന്നുണ്ട്. അത് ശരിയായിരിക്കാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഹറാമൻ തന്നെ ആയിരിക്കും. എനിക്കതിന് ഇൻകം ഒരുപാട് കിട്ടുന്നൊന്നുമില്ല. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന, ഐശുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുടെ കാരുണ്യം കൊണ്ടാണ് ഇതുവരെ നമ്മൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ ഹലാലായ മുതൽ എൻ്റെ കുട്ടിക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം, ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള അവസരം നീ തരണേ, ഹറാമിലേക്ക് ഞങ്ങളെ അടുപ്പിക്കല്ലേ എന്നാണ് ഞാൻ ഇപ്പോഴും ദുആ ചെയ്യുന്നത്. മതപരമായ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. അവരെന്നെ ഒന്നുമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ആളുകളൊക്കെ അതിലേക്ക് ഇടപെടുന്ന എന്ന് കണ്ടാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അവസ്ഥകളൊക്കെ പറയുമ്പോൾ എന്തൊക്കെ അവസ്ഥയായാലും ഹറാമിലേക്ക് വരാൻ പാടില്ല, യൂട്യൂബിലേക്ക് വരാൻ പാടില്ല, വേറെ എന്തൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ജോലികളുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമായിട്ട് എൻ്റെ ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ. ഒരു ദിവസം 10 മണിക്ക്, രാത്രി 10 മണിക്ക് അവൾ ഉറങ്ങുന്നു. ഒരു 12:30 ആകുമ്പോഴത്തേന് എണീക്കും. അതിനിടയിൽ അവൾ 2 പ്രാവശ്യം തൊട്ടില്ല കിടക്കുന്നത് ആട്ടിക്കൊടുക്കണം. ഉണർന്നാൽ ആട്ടിക്കൊടുത്താൽ അവൾ ഉറങ്ങും. പിന്നെ 12:30 എണീറ്റാൽ അവൾക്ക് ഫുഡ് വേണം. രാത്രി ആയാലും പകലായാലും ഒക്കെ അവൾക്ക് വിശപ്പ് കൂടുതലാണ്. രാത്രി ഫുഡ് കൊടുക്കണം. അരമണിക്കൂറിൽ അധികമാവും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കലും അവൾക്ക് കൊടുക്കലും. ആ അരമണിക്കൂർ കഴിഞ്ഞാൽ അവൾക്ക് തോളിലിട്ട് നമ്മൾ ഗ്യാസ് കളയണം, അല്ലെങ്കിൽ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വയറിൻ്റെ അസ്വസ്ഥതയും ഒക്കെ ആയിട്ട് കരച്ചിലായിരിക്കും. അപ്പോൾ അരമണിക്കൂർ അവൾ തോളിലിട്ടിട്ട് തട്ടിക്കൊടുത്ത് നടക്കും. ഏറിക്കഴിഞ്ഞാൽ അവൾ 1 മണിക്കൂർ വലിയ കുഴപ്പമില്ലാതെ കരച്ചിലൊന്നും ഇല്ലാതെ ഇവിടെ കിടക്കും. അതിനുശേഷം വീണ്ടും അവൾ കരയാൻ തുടങ്ങും, കുറച്ചെടുത്ത് നടക്കും. പിന്നെ അവളെ തൊട്ടിലിട്ട് ആട്ടിയാൽ അവൾ ചിലപ്പോൾ ഒരു 3, 4, 5 ഈ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ 1-1.5 മണിക്കൂർ ഉറങ്ങാറുണ്ട്. എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും. അങ്ങനെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിനിടയിലും ഒന്ന് എണീക്കും, അപ്പോഴും പോയി ആട്ടിക്കൊടുക്കണം. അങ്ങനെ ഒരു 6, 6:30 ആയാലും ഉമ്മാൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിയും. ഉമ്മ നേരത്തെ എണീറ്റിട്ടുണ്ടാവും, പക്ഷേ ദുആ ചെയ്യലും ഖുർആൻ ഓതലും ഒക്കെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഒരു 6:30 ആയാലും ഉമ്മ കുട്ടീനെടുക്കും. അപ്പോൾ ഞാനൊന്ന് കിടക്കും. ഞാനൊരു 8, 8:30, 9 ഏറിക്കഴിഞ്ഞാൽ 9:30 വരെയൊക്കെ ഞാൻ ഒന്ന് ഉറങ്ങാറുണ്ട്. അതിനിടയിൽ അവൾ അധികം കരയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എണീക്കാറുണ്ട്. ഈ സമയം വരെ നമുക്ക് വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഉറങ്ങുക, ഐശുട്ടിനെ ഉമ്മ നോക്കുക. പിന്നെ ഞാൻ എണീറ്റാൽ അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അവളെ ഫുഡ് കഴിപ്പിക്കുക, ഇതുപോലെ എടുത്ത് നടക്കുക. ആ സമയത്താണ് ഉമ്മ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക. നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ഉമ്മ രാവിലെ ആ സമയത്താണ്. ഞങ്ങൾ മാറി മാറി ഐശുവിനെ മാറി മാറി എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് വരുമ്പോഴേക്ക് ഏകദേശം 11:30 ആയിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എന്തൊക്കെ പണികളുണ്ടാവും, പാത്രം കഴുകാനുണ്ടാവും. രാത്രി ഫുഡ് ഉണ്ടാക്കണതൊക്കെ അല്ലേ, അതുകൊണ്ട് പാത്രങ്ങളൊക്കെ
ഒക്കെ ഒരുപോലെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ കഴുകി വൃത്തിയാക്കി വരുമ്പോഴത്തേന് ഉമ്മ 1 മണിയാവും. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കൽ 2, 2:30, 3 മണിയാവും. അപ്പോഴാണ് ഞങ്ങൾ ചില സമയത്ത് ഞാൻ 4 മണിയാവും ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ആ സമയം കഴിഞ്ഞു. പിന്നെ രാത്രി ആയാലും ഇതുപോലെ തന്നെ. അതിനിടയിലൊക്കെ അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവള് കരച്ചിൽ ഉണ്ടാവുമ്പോൾ എടുത്ത് നടക്കുന്നുണ്ട്, ആട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 ആളും 3 ആളും ഒക്കെ ഉണ്ടായാലും എല്ലാവർക്കും പണി കണക്കാണ്. എന്താ പറയുക, ഒരു സെക്കൻഡ് പോലും നമുക്ക്, ഞാൻ ചില സമയത്തൊക്കെ 2 ദിവസം കുളിക്കാതിരുന്നിട്ടുണ്ട്. പറ്റണ്ടേ, സമയം കിട്ടാറില്ല. 2, 3, 4 പ്രാവശ്യം ഐശുട്ടി അപ്പിടും. പിന്നെ അവൾ ഡയപ്പർ ഒരു ദിവസം ചിലപ്പം 12, 13 ഡയപ്പറൊക്കെ അവൾക്ക് മാറ്റുന്നുണ്ട്. അതൊക്കെ ശരിയാക്കണം. നമ്മൾ ഡയപ്പറിൻ്റെ ഉള്ളിലുള്ള ആ ജെല്ലി എടുത്ത് അത് ഉണക്കി ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കത്തിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിയാക്കണമെങ്കിൽ നമുക്ക് സമയം തന്നെ വേണം. പിന്നെ മുറ്റടിക്കാറുള്ളത് ആഴ്ചയിൽ 1, 2 ദിവസം മാത്രമാണ്. അത്രയ്ക്ക് സമയം കിട്ടാറുള്ളൂ. പിന്നെ അടിച്ചൊരു തുടക്കാനുള്ളതും ഒക്കെ. പിന്നെ ഐശുവിൻ്റെ റൂമാകൊണ്ട് കുറച്ച് പൊടി ഇല്ലാതിരിക്കണ്ടേ, അതുകൊണ്ട് മാത്രം ഇവിടെ ഒന്ന് ശരിയാക്കും. ഇതിനിടയ്ക്ക് എവിടെയാടോ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനും നെയ്യപ്പം ഉണ്ടാക്കാനും കാറ്ററിംഗ് സർവീസൊക്കെ നടത്താനൊക്കെ ഉള്ള സമയം. നമുക്കൊരു ചെറിയൊരു 2-3 മണിക്കൂറെങ്കിലും കിട്ടണ്ടേ, എന്നാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ? തെറ്റ് പറയുമ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല, അത് കിയാമത്ത് നാളിൻ്റെ അടയാളമാണ്, അതുകൊണ്ടാണ് അതങ്ങനെ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താ പറയുക? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോവാത്തത്. എനിക്ക് ജോലിക്ക് പോകണമെന്ന് വല്ലാതെ ആഗ്രഹമുണ്ട്. ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ആയാലും ഞങ്ങളുടെ ജീവിതമൊക്കെ ആയാലും പോകണമെന്ന് വല്ലാതെ ആഗ്രഹമുണ്ട്. ഇതും ഒരു ജോലിയായിട്ടാണ് ഞാൻ കണക്കാക്കിയതെങ്കിലും യൂട്യൂബ് അല്ലാതൊരു ജോലി, അതാണ് എൻ്റെ ആഗ്രഹം. അതിന് നവകേരള സദസ്സ് ഉണ്ടായല്ലോ, അതിലെല്ലാവരും പറഞ്ഞു ഐശുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് എന്തെങ്കിലും അപേക്ഷിച്ചോന്ന്. ഞാൻ അതിനല്ല സാമ്പത്തിക സഹായത്തിനല്ല അപേക്ഷിച്ചത്, എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള പ്രൂഫ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഞാനൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ പറയാണ് വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലിക്ക് ഞാൻ മഹത്വം കാണുന്നില്ല, അത് വില കുറച്ചുള്ള ഒരു സംഭവമായിട്ട് കാണുകയാണ്, എനിക്ക് എന്താ പറയുക അഹങ്കാരം കൂടുതലാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക്, ഞാൻ പറയുന്നവരോട് പറയട്ടെ. ഇനി മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു പുരുഷൻ്റെ സംരക്ഷണം ഇല്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകാൻ ഇസ്ലാമിൽ അവകാശമുണ്ടോ? അല്ലെങ്കിൽ ഇസ്ലാമിൽ അതിന് കഴിയില്ല എങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യണം? ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഇസ്ലാമിൽ, ഞാൻ ഒരുപാട് പാണ്ഡിത്യമുള്ള ആളല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറയാണ്, ഒരു ജോലിക്ക് പോകുന്നത് തെറ്റല്ല. അത് നമ്മളെ സ്ത്രീ സുരക്ഷ ഓർത്തുകൊണ്ടാണ് ഇസ്ലാമിൽ അങ്ങനെ സ്ത്രീ മറ്റു സ്ഥലത്തേക്ക് അന്യപുരുഷൻ്റെ കൂടെ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ആ സ്ത്രീ സുരക്ഷ, എൻ്റെ വ്യക്തിത്വം, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിതിൽ വീഡിയോ ചെയ്യുന്നത്. ഒരു അന്യപുരുഷൻ എന്നെ ആകർഷിക്കുന്ന രീതിയിൽ ഞാനിതിൽ വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ കുറേ ആളുകൾ പറയും ഐശുവിനെ മാത്രം വീഡിയോ ചെയ്യുന്നത് സഹതാപം നേടാനാണെന്നുള്ളത്. അതും എനിക്ക് ഈ പുറത്ത് മറ്റൊരാൾ അറിയപ്പെടണമെന്നോ അല്ലെങ്കിൽ എന്നെ വീഡിയോയിൽ കാണിക്കണമെന്നോ ഞാൻ അതിൽ വലിയൊരു ഫേമസ് ആകണം എന്നൊന്നും ഒട്ടും ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്. ഞാൻ ഈ മുഖം മറച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ മറ്റൊരാൾ അറിയപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ, ഞങ്ങൾ സാധാരണ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഹിജാബ് ഇടാറുണ്ട്, നിക്കാബ് ഇടാറില്ല. അതുപോലെ ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഹിജാബ് ഇടാറുണ്ട്, നിക്കാബ് ഇടാറില്ല. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാത്തത്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഹലാലായ രീതിയിൽ മാത്രമേ വീഡിയോ ചെയ്യുന്നത്, ഹറാമായ രീതിയിൽ വീഡിയോ ചെയ്യുന്നില്ല. ഒരു സ്ത്രീ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ സാഹചര്യം എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കണം. എന്ത് സാഹചര്യം വന്നാലും വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കണം, ജോലിക്ക് പോകാൻ പാടില്ല, പട്ടിണിയായാലും പരിവട്ടായാലും അങ്ങനെ തന്നെ ജീവിക്കണം എന്നാണ് അവർ പറയുന്നത്. അത് ഇസ്ലാമിൽ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്കറിയില്ല, അതും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഈ പറയുന്നവരാരെങ്കിലും എൻ്റെ ജീവിതത്തിനോ എൻ്റെ ഐശ്വര്യ ട്രീറ്റ്മെൻറ്റിനോ പൈസ തരികയാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ജോലി എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ യൂട്യൂബ് നിർത്തും. അതിന് ആരെങ്കിലും തയ്യാറായിട്ട് വരട്ടെ. ഇത് വെറുതെ നമുക്ക് എന്താ പറയുക, 7 വൻപാപങ്ങളുണ്ട്, അതിൽ ഉള്ള 7 ഞാൻ ചെയ്ത പോലുള്ള കുറ്റങ്ങളാണ് ഇവർ പറയുന്നത്. എൻ്റെ സഹോദരിമാരായ മറ്റു മതസ്ഥരോടല്ല ഞാനിത് പറയുന്നത് കേട്ടോ, നമ്മൾ ഇങ്ങനെ പറയുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കഥ പറയാം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു അപവാദ പ്രശ്നം ആയിഷ ബീവിയുടെ നേർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാനുണ്ടാവും. എന്നാലും ഞാനതൊന്ന് ചുരുക്കി പറയാം. ഒരു സ്ഥലത്ത് അതായത് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ആയിഷ ബീവി ഒരു സ്ഥലത്ത് പെട്ടു. ഈ സംഘത്തിൻ്റെ കൂടെ ആയിഷ ബീവി കൂടെ ഇല്ല എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആയിഷ ബീവി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായി അവർ ഇല്ലാതെയാണ് മറ്റുള്ള സംഘം പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സ്വഹാബിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. എന്തായാലും ആ സൈനികൻ അതിനെ വരുന്നതും അവർ ആയിഷ ബീവിനെ കണ്ടപ്പോൾ ആയിഷ ബീവി എന്താ അവിടെ ഇരിക്കണത് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആയിഷ ബീവിനെ ആ സ്വഹാബി മുമ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ സ്വഹാബിയുടെ കൂടെയാണ് ആയിഷ ബീവി ആ സംഘത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ തന്നെ അന്യപുരുഷൻ്റെ കൂടെയാണ് പോകുന്നത്. ആ അന്യപുരുഷൻ്റെ കൂടെ പോകുന്നത് തെറ്റാണ് എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. സാഹചര്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം, എന്നാലേ അവരുടെ അടുത്ത് എത്തൂ. നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മളെ കൽബ് ശുദ്ധമാക്കി തഖ്വയോട് കൂടെ ജീവിക്കുക, അതാണ് വേണ്ടത്. നമ്മൾ മറ്റൊരാളിനെ വശീകരിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാരിക്കൂട്ടാനോ ഒന്നുമല്ല ഇതിലേക്ക് വന്നിട്ടുള്ളത്. അയ്യൂബ് നബിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? അതിൽ അവരെങ്ങനെയാണ് ജീവിച്ചത്? അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ അങ്ങനെയാണോ ജീവിക്കുന്നത്? പിന്നെ നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഉസ്താദുമാരെ വീഡിയോ കാണും, ഉസ്താദുമാരെ പ്രഭാഷണം കേൾക്കും, നന്നാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഉസ്താദുമാരെ വീഡിയോ കണ്ടിട്ടും പ്രഭാഷണം കേട്ടിട്ടും ഉസ്താദുമാരെ ഒരു ആരാധന പുരുഷനായിട്ട് കാണുന്ന മുസ്ലിം സ്ത്രീകൾ ഒരുപാടുണ്ട്. ഈ പ്രഭാഷണത്തിൻ്റെയൊക്കെ താഴെ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്ന സ്ത്രീകളാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്ന വീഡിയോയുടെയൊക്കെ താഴെ കമൻറ്റ് കാണണം. നിങ്ങൾ ഒന്ന് പോയി നോക്കിയാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്നറിയോ? അതൊക്കെ മുസ്ലിം സ്ത്രീകൾ തന്നെ പറയുന്നത്. അത് ഈ ഉസ്താദിനെ കണ്ടിട്ട് തന്നെ അല്ലേ. അന്യ പുരുഷനെ കാണുന്നതും ഹറാമാണ്, അന്യ പുരുഷൻ അന്യ സ്ത്രീയെ കാണുന്നതും ഹറാമാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്താ പറയുക, വീഡിയോസൊക്കെ കാണാതെ നല്ല ദിക്റും സ്വലാത്തും ഖുർആനൊക്കെ ഓതി വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കുക. നമ്മൾ യൂട്യൂബും മറ്റുള്ള ഫേസ്ബുക്കും അങ്ങനെയുള്ളതൊക്കെ കാണാതിരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ, ഞാൻ ഇത് ഇസ്ലാമിന് എതിരായിട്ടൊന്നുമല്ല പറയുന്നത്, പക്ഷെ സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച്, അതില്ലെങ്കിൽ സാഹചര്യം ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്നുണ്ടെങ്കിൽ അത് എന്താണ് ശരി, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്കൊക്കെ. ഇവരാരും വിളിച്ചിട്ടില്ല എൻ്റെ നമ്പറിലേക്ക്. അവസാനം പറയുന്ന വാക്കാണ് ഇവർ, പടച്ചോൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പറയണം കേട്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കൽബ് എന്താണെന്നുള്ളത് പടച്ചോനിക്ക് നന്നായിട്ട് അറിയാം.